അദ്രമ മൗലവി അല്ലേ? ഏ അദ്രമ മൗലവി അല്ലേ? മൗലവിയല്ല, അബ്ദുറഹ്മാനാണ്. അവിടെ പള്ളിക്കലെ ഖത്തീബായിട്ട് ഏ അവിടെ പള്ളിക്കലെ ഖത്തീബായിരുന്നില്ലേ നിങ്ങൾ പള്ളിക്കല്? നിങ്ങളെ നാട്ടിലെ? ഇല്ല ഇല്ല, നിങ്ങൾ എവിടെ വിളിക്കണത്? ഞാൻ ആ വോയിസ് ഓഫ് ആലുസുന്നിന്ന് ഇങ്ങനെ നിങ്ങളെ ചർച്ച കേൾക്കലുണ്ട്. അപ്പൊ ഇങ്ങനെ വിളിച്ചു നോക്കിയതാണ്. എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഇത് അതായത് ഈ ഇസ്തിഗാസ അഥവാ ഈ മരിച്ചവരോടൊക്കെ സഹായം ചോദിക്കുന്നത് ഷിർക്കാണെന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ തെളിവ് വല്ലതും ഉണ്ടോ? വോയിസ് ഓഫ് ഇസ്ലാം ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്ന കാര്യം ഞാൻ ഒരു ചർച്ചയ്ക്കില്ലല്ലോ. അവിടെ നിന്ന് കണ്ടതാണ്. അപ്പൊ അങ്ങനെ വിളിച്ചു നോക്കിയതാണ്. അപ്പൊ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടുകയാണെങ്കിൽ വിചാരിച്ചിട്ട്. അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് നിർത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളെ തെളിവ് തരികയാണെങ്കിൽ എന്ന് പറഞ്ഞു തരികയാണെങ്കിൽ വിചാരിച്ചിട്ട് വിളിച്ചത്. അത് ഒരു മുജാഹിദിനെ ചോദിക്കണം കേട്ടോ, എന്നോട് ചോദിച്ചിട്ട് കാര്യമല്ല. നിങ്ങൾ മുജാഹിദല്ലേ? ഞാൻ മുജാഹിദല്ല. പിന്നെ ഞാൻ മുജാഹിദല്ല, ഞാൻ ഈ സമസ്യയല്ല. ഞാൻ അഖില സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതാണ്. അപ്പൊ ഈ ഇസ്തിഗാസയെ കുറിച്ച് നിങ്ങളെ നിലപാട് എന്താണ്? ഇസ്തിഗാസയെ കുറിച്ചിട്ട് നിലപാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹായം അള്ളാഹോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അതെങ്ങനെ അദ്രമാക്കാൻ ശരിയാകുക? മറ്റുള്ള സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഭാര്യയോട് ചായ കൊണ്ട അത് സഹായമല്ലല്ലോ. അത് ഇങ്ങനെ സാധാരണ നാട്ടു നടപ്പുള്ള കാര്യമല്ലേ. അത് നമ്മളെ കാര്യങ്ങള് നമുക്ക് ചോദിക്കേണ്ടത് റബ്ബിനോട്, അള്ളാഹുവിനോട് മാത്രം. ഏതാ? ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞേരി. അള്ളാഹിനെ ആരാധിക്കുക, അള്ളാഹിനോട് മാത്രം സഹായം ചോദിക്കുക. അതെ, പിന്നെ നമ്മൾ മറ്റുള്ള പടപ്പുകളോട് സഹായം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഉമ്മാനോട് ഇപ്പൊ ഭക്ഷണം ചോദിച്ചാല് അത് സഹായമല്ലല്ലോ. അത് നമ്മൾക്ക് ഡോക്ടറെ പിന്നെ ഡോക്ടറെ എനിക്ക് പരിശോധിക്കണം എന്ന് പറഞ്ഞത് സഹായമാണോ? ഉപ്പാനോട് പോയിട്ട് 5000 റുപ്യ തരുമെന്ന് പറഞ്ഞാലോ? ഉപ്പാനോട് പോയിട്ട് 5000 റുപ്യ തരുമെന്ന് വെച്ചാല് അതൊരു സഹായം ചോദിച്ചോ? ആ സഹായം എന്ന് പറഞ്ഞാൽ ഭൗതികമായ ലോകത്തിലുള്ള സഹായമാണ്. മാഷാ അല്ലാഹ്. അപ്പൊ അഭൗതിക നിലക്കുള്ള സഹായങ്ങൾ അള്ളഹാനോട് ചോദിക്കുക അല്ലെ? അള്ളഹാനോട് ചോദിക്കുക. അഭൗതികമായുള്ള സഹായങ്ങൾ അള്ളഹാനോട് ചോദിക്കുക. ഭൗതികമായിട്ടുള്ളത് പടപ്പുകളോടും നാട്ടുകാർ ചോദിക്കട്ടാ. അല്ല, അപ്പൊ ചെറിയൊരു സംശയം എന്താ വെച്ചാല്, ഈ സുലൈമാൻ നബി, ഈസാ നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ടല്ലോ, ഉനബ്ബിഉക്കും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂത്തിക്കും, നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച സാധനം ഞാൻ പറഞ്ഞു തരുന്നു. അപ്പൊ ആ ഈസാ നബിനോട് പോയിട്ട് അവിടുത്തെ അനുയായികള് എന്റെ വീടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച സാധനം എന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ അത് ശിർക്കാവൂലേ? അതായത് ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നുണ്ടല്ലോ, ഈസാ നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ടല്ലോ, ഉനബ്ബിഉക്കും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂത്തിക്കും, നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച സാധനം ഞാൻ പറഞ്ഞു തരും, തിന്ന സാധനമൊക്കെ ഞാൻ പറഞ്ഞു തരും എന്ന് പറയുന്നുണ്ടല്ലോ ഖുർആനില്. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്റെ വീടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച സാധനം ഒന്ന് പറഞ്ഞു തരും എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവൂലേ? അത് അഭൗതികല്ലേ? ഇതൊക്കെ പറഞ്ഞാൽ യുക്തിവാദമാണ്, അല്ലാണ്ട് ഇത് മനുഷ്യനോട് നിങ്ങളിപ്പോ ചോദിക്കുന്നതൊക്കെ യുക്തിവാദത്തിൽ പെട്ടതാണ്. ആയത്തല്ലേ? അതെ, ആയത്തുണ്ട്. ആയത്തിന്റെ അർത്ഥം അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞ പോലെ അല്ലേ ഞാൻ പറയുന്നതേ? നമ്മൾ എന്തിനാണെന്ന് നമ്മൾ ഇതൊക്കെ നിങ്ങളിപ്പോ ഈ സംസാരിക്കുന്ന മുഴുവൻ നമുക്ക് ഭൗതികമായിട്ടും അഭൗതികമായിട്ടും സഹായം പടപ്പുകളോട് ചോദിക്കാം. അവിടേക്കല്ലേ പോയി കൊണ്ടുവരണത്? അതെ, കാരണം നിങ്ങൾ പറഞ്ഞത് തെറ്റാന്ന് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടില്ലേ? ആയത്ത് പ്രകാരം തെറ്റല്ലേ? അഭൗതിക തേട്ടം അള്ളാനോടല്ലേ പറ്റുള്ളൂ. ഇവിടെ അഭൗതികമായിട്ട് ചോദിക്കുന്നത് സുലൈമാൻ നബിനോടല്ലേ? അല്ല, ഈസാ നബിനോടല്ലേ? എന്താ പേര്? എന്റെ പേര് അബ്ദുസ്സലാം. എവിടെ വിളിക്കണേ? വയനാട് ഡിസ്ട്രിക്ട് ആണ്, കമ്പളക്കാട്, കൊഴിഞ്ഞങ്ങാട് എന്ന് പറയും. അബ്ദുസ്സലാം, സലാമല്ലേ? അബ്ദുസ്സലാമാണല്ലേ? പിന്നെ അതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാം, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് സുലൈമാൻ നബി അലൈഹി സ്വലാം അവിടുത്തെ പ്രജകളെ വിളിച്ചുകൊണ്ട് പറയാണ്, ഖാലയ അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തിനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തുനി മുസ്ലിമീൻ. ഒരു 3500 കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം നിങ്ങളിൽ ആരാണ് എനിക്ക് അവരിവിടെ എത്തുന്നതിന്റെ മുമ്പ് കൊണ്ടുവന്ന് തരിക എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് അഭൗതിക മാർഗത്തിലുള്ള തേട്ടല്ലേ? ഹലോ, പറയും അത് അഭൗതികമായുള്ള നേട്ടം തന്നെ. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ അള്ളഹാനോടെ പറ്റുള്ള അഭൗതികമായിട്ടുള്ള നേട്ടം. നേരത്തെ അള്ളഹാനോടെ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ നേട്ടം എന്ന് പറയുന്നത് നമുക്ക് സഹായം രണ്ട് വിധം ഉണ്ടല്ലോ. ഭൗതികമായ സഹായം, അഭൗതികമായതുണ്ടല്ലോ. ഈ ഭൗതികമായ സഹായങ്ങളാണല്ലോ നമുക്ക് ഈ പടപ്പുകളോട് ചോദിക്കാൻ പറ്റുള്ളൂ. ഇതും പടപ്പോടോടല്ലേ ചോദിച്ചേ? അവിടുത്തെ പ്രജകളോടല്ലേ ചോദിച്ചേ?
ഇത് സുലൈമാൻ നബി എന്ന് പറഞ്ഞ നബി അതായത് അവര് പിന്നെ മോചത്തും കറാമത്തും ഉദ്ദേശിച്ചിട്ട് മോചത്തിന്റെ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അബോധികമായിട്ട് ചോദിക്കാം അല്ലെ? ചോദിക്കാം. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ അബോധികമായിട്ട് അള്ളഹാനോടെ ചോദിക്കേണ്ടത്? നമുക്ക് ഗ്രൂപ്പിൽ വരും അവിടെ സംസാരിക്കാം. ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നു. അല്ല കുടുങ്ങുന്നുണ്ടോ? സത്യത്തിൽ നമ്മൾ ചർച്ചയിൽ നിങ്ങൾ കുടുങ്ങി പോകുന്നുണ്ടോ ഒരു തോന്നൽ വരുന്നുണ്ടോ? ഞാൻ കുടുങ്ങി പോയില്ല. നിങ്ങൾ ഗ്രൂപ്പിൽ വന്ന് അല്ല എന്താണെന്നറിയോ, ഇത് കൃത്യമല്ലേ? ഞാനിപ്പോ ആയത്തല്ല ഓതിയത്. അതായത് സുലൈമാൻ നബി അലൈഹി സ്വലാം